അപ്പൊ മര്യാദ ഉള്ളപ്പോഴേക്കും എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുന്ന തിരുവനി ഒരു മിനിറ്റ്. ഈ ദദ്യന്നത്തിൻ്റെ കഥ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? 5 മിനിറ്റ് മതിയാ? ഇല്ല, ഇപ്പോഴും ഇതാണ്ട് ഞാൻ എടുത്തോണ്ടിരിക്കും. ഈ ദദ്യന്നം എന്ന് പറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞാൽ പോരെ. ദദ്യന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാണത്തിൽ ഈ യുദ്ധം നടന്നുണ്ട്. 18 ദിവസമാണ് യുദ്ധത്തിൻ്റെ ഒരു ഇത് ശ്രീകൃഷ്ണൻ്റെ ഒരു കേട്ടിൽ ഭാരത യുദ്ധം എന്നൊക്കെ പറയാൻ കേൾക്കണത്. അപ്പോൾ ആ യുദ്ധത്തിന് പോകാൻ ശ്രീകൃഷ്ണനും പരിവാരങ്ങളും യുദ്ധത്തിന് പോകുന്നത് വെളുപ്പാങ്കാലത്ത് ഉദയത്തിന് മുമ്പ് അവരെ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് പോകണം. അവർക്ക് ക്ഷീണം വരാണ്ട് യുദ്ധത്തിന് പോയാൽ തിരിച്ചു വരുന്നൊരു ക്ഷീണം വരരുതല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭക്തിയോടുകൂടി പാഞ്ചാലി എന്ന് പറഞ്ഞ ഒരമ്മ പുറത്തു നിന്നാണ്. അപ്പോൾ അന്ന് ആ പാഞ്ചാലി അതിൽ കൂട്ടിയേക്കണ വിഭവങ്ങളാണ് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയിട്ട്, പച്ചക്കുരുമുളക്, ഉപ്പ്, മാങ്ങ, ഉറതൈര്, ഉപ്പ്, അതൊക്കെയാണ് അതിൽ കൂട്ടുക. അത് ഇവർ പോണതിന് മുമ്പേണ്, ഉദയത്തിന് മുമ്പേണ് അത് കൊടുക്കുക, കൃഷ്ണന് കൊടുത്തേക്കുന്നത്. ആ ഒരു സ്മരണയാണ് ഇത് തന്നെ ഇവിടെ ആചരിക്കുന്നത്. യുദ്ധം 18 ദിവസമുള്ളൂ, ഇവിടെ 30 ദിവസമുള്ളൂ. ഇപ്പോൾ ധനു 29 ഉണ്ടാവുള്ളൂ ചില കൊല്ലങ്ങൾ. അപ്പം മകരം 1-ാം തീയതി തന്നെ ആയിരിക്കും, വേറൊരു ദിവസമില്ല അതിൽ. പിന്നെ അടുത്ത ധനു തന്നെയാവും. അങ്ങനെയൊക്കെയാണ് കേട്ട് കഴിഞ്ഞ് പക്ഷേ ആൾക്കാർക്ക് അനുഭവം കാര്യവിജയമാണ്. ആ അമ്മയുടെ പ്രാർത്ഥനയാണ്, കാര്യവിജയമാണ്. നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരേ കാര്യങ്ങളാവില്ല. ചില ആൾക്കാർക്ക് ജോലിയാവാം, അല്ലെങ്കിൽ അസുഖമാവാം, അല്ലെങ്കിൽ എന്താ ഉദ്ദേശിച്ച കാര്യം വിജയിക്കുക എന്നുള്ളൊരു സങ്കല്പത്തിൻ്റെ അമ്മ കൊടുത്തേക്കുന്നത്. ഉണക്കലരി അത് ഉണക്കലരി ഉണ്ട് കേട്ടോ. ഉണക്കലരി വേവിച്ചിട്ടാണ് ഈ വിഭവങ്ങളൊക്കെ ചേർക്കുക. വാങ്ങി വെച്ചതിന് ശേഷം ചേർത്ത് നിവേദിക്കുകയാണ് ചെയ്യാം. അപ്പോൾ ആരും ഓർമ്മ ഇവിടെ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇവിടെ അനവധികാലം ഞങ്ങളുടെ മുമ്പൊക്കെ തെറിയേണ്ടത്. ഈ ക്ഷേത്രം അയലൊക്കെ ആയിട്ട് അത്രയ്ക്ക് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എങ്കിലും എൻ്റെ കുട്ടികൾക്കുണ്ട്, അതൊരു ഉറപ്പാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റി വല്ലതും പറയാൻ പറ്റുമോ? ഇത് പറഞ്ഞാൽ ഇത് കിഴക്കേ ഭാഗത്ത് ഈ പുഴയുടെ ഇതേപോലെ ഒരു ഇതിൽ നിന്നിറങ്ങുന്നതാണ്. 3 ആൾക്കാരായിട്ട്, 3 കുട്ടികളായിട്ട്, 2 കൃഷ്ണനും ഒരു ഭഗവതി ഒക്കെ ആയിട്ട് പുഴ അതിങ്ങനെയാണ് പറഞ്ഞത്. കുറച്ചങ്ങനെ നീങ്ങിയാലേ തിരിഞ്ഞ് ഇങ്ങനെയാണ് വരിക പുഴ. അപ്പോൾ ഈ കുറുമാലി ഹൈവേ ഉണ്ടല്ലോ, അതിൻ്റെ കിഴക്കോടെയാണ് സ്ഥലം പറഞ്ഞ് കേട്ടേക്കണത്. അവിടെ ഇരുന്നിരുന്നതാണ്. പിന്നെ കാലക്രമേണ അതൊക്കെ നോക്കാൻ ആളില്ലാണ്ടായി എന്തോ വിഷയമില്ല. പിന്നെ ഈ വിഗ്രഹത്തിൻ്റെ കൗതുകം കണ്ടിട്ട് ആ ആകർഷണം ഉണ്ടല്ലോ, അത് കണ്ടിട്ട് ഒരു ഭക്തൻ എന്ന് വെച്ചുള്ളൂ, ഞങ്ങളുടെ ആൾക്കാരെന്ന് വെച്ചോളൂ, ഈ രാത്രി പാളയിൽ കൊണ്ടുപോകുന്ന ഈ കഴുങ്കുപാളയിൽ അടയ്ക്കാൻ എന്താ പറയേണ്ടത് ഭാഷ എനിക്ക് പറയാൻ, ഞങ്ങളുടെ ഒരു ഭാഷ അടയ്ക്കാനപ്പാളയിൽ രാത്രി കൊണ്ടുപോകുന്നതാണ് ആ വിഗ്രഹം കണ്ടിട്ട്. അത് കൊണ്ടുവന്നതിന് ശേഷം ഈ സ്ഥലത്തിന് രാപ്പാട് എന്നൊരു പേര് വന്നു. രാത്രി കൊണ്ടുവന്നത്, രാത്രി പാളയിൽ കൊണ്ടുവന്നു. അപ്പം അത് രാപ്പാടായിട്ട് മാറി എന്നൊക്കെയാണ് ഐതിഹ്യം. ഇതിന് മുമ്പ് എന്തായിരുന്നു പേര് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് ഒരു ഇവിടെ ഭഗവതിയെ തൊഴുതിട്ടേ അകത്ത് കയറി തൊഴാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ? ഭഗവതി ഇവിടെയുണ്ട്, പുറത്താണല്ലോ ഇരിക്കുന്നത്. പിന്നെ പുഴയിൽ ഏത് കർമ്മത്തിനായാലും പുറത്തിറങ്ങി നമ്മൾ കുളിച്ച ശുദ്ധി നടത്തണമല്ലോ. ഇപ്പോൾ കാലസ്ഥിതി അനുസരിച്ച് കാലിൽ മുഖറും കഴിയുമെങ്കിലും വേണമല്ലോ, അതിനുള്ള സൗകര്യമുണ്ട്. അപ്പം എന്താ ആൾക്കാർ പുഴയിലൊന്നിറങ്ങി കാലും മുഖമൊക്കെ ഒന്ന് കഴുകി അമ്മയെ തൊഴണം. അമ്മയാണല്ലോ, അമ്മയെ തൊഴണം, ഉള്ളിലേക്ക് കിടക്കണം. തിരിഞ്ഞ് അതിലെ വരുമ്പോൾ തെക്ക് ഭാഗത്തൊരു വിളക്ക് ഉണ്ടില്ലേ, അവിടെ ഗണപതിയുടെ സങ്കല്പമാണ്.
സങ്കല്പന. ഗണപതി ഇല്ല, ഗണപതി ഉണ്ട്, പക്ഷെ മനസ്സിലേ ഉള്ളൂ. മനസ്സിലേ ഉള്ളൂ. ഒരു ചിത്രം വയ്ക്കലോ അല്ലെങ്കിൽ ഒരു ഇത് കൊടുക്കും. നമ്മൾ ഗണപതി ഹോമം നടത്തുന്നത് പോലെ. അത് തന്നെ. അപ്പോൾ അത് അവിടെ ഒരു വിളക്ക്, ഒറ്റ വിളക്ക് കണ്ടില്ലേ, ഒരു മാല ചേർത്തില്ല. അതാണ് ഗണപതി. അത് പഴയ കാലം മുതലുള്ളതാണ്. ഒരു 200 വർഷമെങ്കിലും പഴക്കമുണ്ടാവും. അതുകൊണ്ടാവും എനിക്ക് പറയാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ ജ്യോത്സ്യത്തിന് നോക്കിയാൽ അവരൊന്നും മുഴുവൻ പറയണില്ല, ചോദിക്കാനൊക്കെയില്ല. പക്ഷെ അത് ആയിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഒരു ഐതിഹ്യം കേൾക്കണം. കാര്യവിജയമാണ് ഇതിൻ്റെ കാര്യം. എന്ത് കാര്യമായാലും നമുക്ക് എന്തുണ്ടായാലും കുട്ടികൾ ഇല്ലെങ്കിൽ ആ കുടുംബം നശിച്ചു. അങ്ങനെയല്ലേ? ആ വഴിയും കുടുംബം കംപ്ലീറ്റ് അല്ലേ? എല്ലാവരുടെ ആവശ്യം എന്താ? കുടുംബം നിലനിൽക്കണമെങ്കിൽ കുട്ടികളുണ്ടാവും. അതാണ് ഏറ്റവും പ്രധാനം. ബാക്കി എന്തുണ്ട്, അപ്പോൾ ജോലി ഉണ്ടായാലും കൊള്ളാം, അസുഖം മാറിയാലും എന്തായാലും കുടുംബം നിലനിൽക്കണമെങ്കിൽ കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടും. നരിപ്പറ്റ ശിവനും ഉണ്ട്, അവിടെ വിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്. 2 ശ്രീകോലാണ് അവിടെ. 2 ശ്രീകോല. 2 ശ്രീകോല പുഴയുടെ അക്കര. അത് ഇവിടെ തന്നെ. ഇത് കുറുമാലിപ്പുഴ. അതെ, കുറുമാലിപ്പുഴ. അവിടെ 2 ഇതുണ്ട്. നട, ഈ വരിക്കല്ലുണ്ട്, വലിയ വരിക്കല്ലൊക്കെ ഒക്കെ 2 അവിടെ പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പുറത്ത് പോയിട്ട് പോകണം. അപ്പുറത്തേക്ക് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ ചില പ്രത്യേകത ഉള്ളൊരു സ്ഥലമാണ് അത്. ഇല്ലക്കാര്യം അമ്പലം. തിരുമേനിയുടെ പേരെന്താ? എൻ്റെ പേര് കൃഷ്ണൻ. ഇല്ലക്കാര്യം ഈ അമ്പലം. ഞങ്ങൾ പന്തല് വൈദികം എന്ന് പറയും. ഞാൻ അതിൽ പെട്ടതാണ്. പിന്നെ നന്ദിക്കര നടുവ്, ഹൈവേ സ്കൂളിൻ്റെ അടുത്തൊരു മനക്കാരുണ്ട്, നന്ദിക്കര നടുവെന്ന് പറയും. പിന്നെ രാപ്പാള നടുവെന്ന് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ 3 മൈൽ. പിന്നെ പറപ്പുക്കര എന്ന് പറയും. പിന്നെ കഴിക്കിനേടം എന്ന് പറയും. അപ്പോൾ അത് മുത്രത്തിക്കരയാണ് അവർ. അപ്പോൾ 5 ഊരായ്മക്ക് ചോടമസ്തന്മാരായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഈ ഇല്ലങ്ങളിൽ പെട്ട ഒരു കാരണവരാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. അത് ഏതാ കാരണവരെന്ന് ചോദിച്ചാൽ പറയാം. അന്നത്തെ കാലത്ത് ഇപ്പോൾ ഭരണത്തിൽ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അധികാരമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു യോഗ്യനാണ് കൊണ്ടുവന്നേക്കുന്നതെന്നാണ് കേൾക്കണത്. ഇതൊക്കെയാണ് ചരിത്രങ്ങൾ. പിന്നെ കുംഭമാസത്തിലാണ് ഇവിടെ ആറാട്ട് ഉത്സവം. 8 ദിവസമാണ്, 8-ാം ദിവസമാണ് ആറാട്ട്. അപ്പോൾ കുറേ കാലമായിട്ട് എല്ലാവരും സഹകരണ സഹായത്തോട് ഇത്രയ്ക്കായി. എല്ലാവരും ഇവിടെ വന്ന് ശ്രീകൃഷ്ണനെയും കണ്ട് എല്ലാവരും ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം വാങ്ങി, അമ്മയുടെ അനുഗ്രഹം വാങ്ങി, എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഫലീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അല്ല, അങ്ങനെ അനുഭവം, അങ്ങക്ക് അനുഭവം വന്നാൽ വിശ്വാസം വരില്ല. എനിക്ക് അനുഭവം വന്നു, വന്നു, അല്ലെങ്കിൽ വേറെ ആളൊന്നും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെന്താ പറയുന്നത്? അദ്ദേഹം പറയണത് ഇന്നൊക്കെ പറയുമോ? അദ്ദേഹം പറയണു, ഞങ്ങൾ പറയണു, അതനുസരിച്ച് വിശ്വസിച്ച് നമ്മൾ ചെയ്യണു. അനവധി ആൾക്കാർക്ക് ഈ കാര്യസാധ്യം ഉണ്ടായിട്ടുണ്ട്. ജോലി അല്ലെങ്കിൽ വിദേശത്ത് പോയി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാമല്ലോ. ഒക്കെ പെട്ടെന്ന് കാര്യം നടന്നതായിട്ട് അവർ പറയുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഈ അനുഭവം വെച്ചാൽ നമുക്ക് മറ്റുള്ളവരോട് പറയാം. അനുഭവമില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും അനുഭവം വരുമല്ലോ. അങ്ങനെയാണ്. ശരി. അതിന് കൃഷ്ണനെ കണ്ടില്ലേ ഉള്ളിൽ? കണ്ടു. കുഞ്ഞു കുട്ടിയാണ് ഞാൻ കണ്ടു. അത് കയറി 2-3 വയസ്സ് താഴെ. അപ്പോൾ അത് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി, ഈ കൊച്ചു കുട്ടികൾ നടക്കുമ്പോൾ ഈ കാലിനൊരു വളവുണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 2 വയസ്സ് 3 വയസ്സായ കുട്ടികൾ നടക്കുമ്പോഴാണ്. അപ്പം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാലം ഒന്ന് വളച്ചു വയ്ക്കും. ആ രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്രേ ഉള്ളൂ. മുടിയൊക്കെ അയച്ചിട്ട് യാതൊരു അലങ്കാരമില്ല. ശരിക്കും വ്യത്യസ്തമായ ഒരു വിഗ്രഹമാണ്. കൗബീനം കോണമെന്ന് പറയട്ടെ, അതും കൂടി ഉടുപ്പിച്ചിട്ടില്ല. 2 വയസ്സായാൽ നമ്മളിതൊന്നും ഉടുപ്പിക്കില്ലല്ലോ. ഇത് വളരെ വ്യത്യസ്തമായ ഒരു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. അതെ, സംശയമില്ല. ഈ കൗതുകം കൊണ്ട് രാത്രി കൊണ്ട് ആരും കാണാണ്ട് കൊണ്ടുപോകുമ്പോൾ മോഷ്ടം എന്നല്ലേ പറയാം. സാധാരണ അങ്ങനെയല്ലേ പറയാം. ശരി തിരുവേലി. എവിടെയാണ് അങ്ങനെ സ്ഥലം? തൃശ്ശൂർ. എൻ്റെ പേര് സതീഷ്. ഞാൻ മറ്റേ നമ്മുടെ TSR കൃഷ്ണേട്ടൻ. പുള്ളി ഡൽഹിയിലുള്ള രാപ്പണ്ണ സ്വാമി. അതെ. അദ്ദേഹം പറഞ്ഞിട്ട് വരാണ്. ഞാൻ ഡൽഹിയിലാണ്. ഞാനും ഡൽഹിയിലാണ്. അറിയാം. ശരി. അയച്ചു. ഞാൻ ഇങ്ങോട്ട് ഇവർക്കും കൊടുക്കുന്നത് നമ്പർ ഇതെന്താ? നമ്പർ പറയണെങ്കിലേ ഞാൻ ഇവിടെ അയച്ചു കൊടുക്കാം. ഉണ്ണിവാരിയുടെ നമ്പറിൻ്റെ പിന്നെ പരമാവധി നമ്മൾ ഷെയർ ചെയ്യാം. ഇല്ല, ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് അറിയണം, നമ്മൾ കേൾക്കണു, വിശ്വസിക്കുന്നു, ഷെയർ ചെയ്യാം. അതൊക്കെ ഇല്ലെങ്കിൽ വേണ്ട. അത്ര
ബാക്കി ഉത്തരവാദിത്തം നമുക്കുള്ളൂ അല്ലേ? ശരിയാണ്. ചായ കുടിച്ചോ? ആ കുടിച്ചു. പക്ഷേ ഇപ്പൊ തിരക്കിലേക്ക് പോകണ്ടാവും. ഇല്ല, ഞാൻ ഇന്ന് വീട്ടിൽ പോയിട്ട് ഇനിയിപ്പോൾ നാളെ വേറെ ആളെ പറഞ്ഞു വിടണം. എന്തിനാ ജോലി? ഞാൻ ഡൽഹി കോർപ്പറേഷനിലാണ്. മനസ്സിലായിട്ടില്ല. മനസ്സിലായി. അയ്യോ, ആ സമയം ഡൽഹിയിലാ. ഞാൻ ഇന്നലെ ഞാൻ കാറമ്പുഴൊക്കെ ഇന്നലെ പോയായിരുന്നു. അപ്പോൾ അപ്പുവേട്ടൻ ഉണ്ടായിരുന്നല്ലോ, അപ്പുമാര്. അപ്പോൾ ഇന്നലെ പുള്ളിയെ പറഞ്ഞു. അപ്പോൾ പുള്ളിയാൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ രാവിലെ ഈ പരിസരം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിക്കിലും ചെല്ലുമ്പോൾ ഒരു പരിസര വീക്ഷണമുണ്ട് ഇല്ലേ? ഇപ്പോൾ ഗുരുവായൂരങ്ങൾ ചെല്ലുമ്പോൾ ആ വയസ്സായിട്ടുള്ള പരിസരത്ത് എത്തുമ്പോൾ ഒരു ആകർഷണമുണ്ട്. അതേപോലെ ഒരു ചെറിയൊരു ആകർഷണം ഉണ്ടെന്നാണ് ഞങ്ങൾ പറയണത്. നടക്കട്ടെ, പോകാൻ ഞാൻ പുഴയെല്ലാം എടുത്തിട്ട് വരാം. ഞാൻ പുഴയെല്ലാം എടുത്തിട്ട് വാഹനങ്ങളായാലും ഒരു ഇത് അടുത്ത് വരുന്നുണ്ട്. ശരി, അതിന് നല്ലൊരു ഇതാണ്. എനിക്ക് ഞാൻ ദേവി എടുക്കാൻ കിട്ടിയോ? ഞാൻ വാങ്ങിയായിരുന്നു. ദേവി അകത്തുനിന്ന് എടുക്കാൻ പാടില്ലല്ലോ. നേരെ കാണുന്നുണ്ട് അവിടെ കിഴിയുടെ ക്ഷേത്രമാണ്. അതെ, ആർക്കും പറ്റില്ല. കാരണം എന്റെ പണി കഴിഞ്ഞു. ഞാൻ വണ്ടികൾക്ക് വരും. കാട് പിടിച്ചവരുടെ കാണാത്ത രണ്ട് സ്ത്രീകളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ എടുത്തു അത് അവിടെ ഞാൻ എടുത്തു. പോകണം, പറ്റെങ്കിൽ പോകേണ്ടതാണ്. അത്രയും ഐശ്വര്യമുള്ള സ്ഥലം. ഇവിടുന്ന് കറങ്ങിപ്പോഴല്ലേ? മറ്റേ പുൽക്കാടില്ലേ, പുൽക്കാട് വഴികളൊക്കെ ഉണ്ട്. ഈ തെക്കേ തുറവെന്നൊക്കെ പറയാം. ഇതിൽ റോഡൊക്കെ ഉണ്ട്, വാഹനങ്ങളൊക്കെ വരുമ്പോൾ കൊണ്ടാൻ പല എന്തെങ്കിലും അപൂർവമായ ചില കാര്യങ്ങളാണ് അതിനുള്ളിൽ. ഞാൻ പോയിട്ട് ഇടയ്ക്ക് വരുമോ? ഇടയ്ക്ക് കുടുംബമൊക്കെ ആയിട്ട് വരുമോ? ദിവസം ഉണ്ട്. ഞാൻ വരും. ശരി. विश्वरूपौ